വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും നല്ലൊരു കണിയൊക്കെ കാണാൻ പറ്റുമെന്ന്. കാരണം നമ്മുടെ കയ്യിൽ വിളക്കോ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചേച്ചി രാവിലെ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു, കണ്ണൊക്കെ പൊത്തി, ദിച്ചുൻ്റെ കണ്ണ് പൊത്തി കൊണ്ടുവന്നു. വിഷുക്കണി കണ്ട് എൻ്റെ അമ്മ എന്ത് സൂപ്പറായിരുന്നു. ആ കൃഷ്ണനും വിളക്കും പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ വിഷുക്കണിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നലെ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഉറങ്ങിയപ്പോൾ എത്ര മണിയായി? ഞാനും ഹസ്ബൻഡും ഉറങ്ങിയപ്പോൾ 3 മണിയായി. പാർട്ടി കഴിഞ്ഞപ്പോൾ ഒരു 12 1 മണിയായി. അത് കഴിഞ്ഞ് ക്ലീനിങ് ആയി, പിന്നെ കണി ഒരുക്കി, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നപ്പോൾ ഒരു 3 മണിയായി. ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോൾ കിടന്നു. അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടില്ല, സ്റ്റിൽ ഒരുങ്ങുവാണ്. നമ്മള് പെണ്ണുങ്ങളെ എപ്പോഴും പെണ്ണുങ്ങളെ താമസം എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഞങ്ങൾക്ക് 5 മിനിറ്റിൽ ഒരുങ്ങി 1 മണിക്കൂറോളം ആയി ഒരുങ്ങാൻ പോയിട്ട്. ഇതൊരു 2 വന്നിട്ടില്ല. അതോ എത്തിയല്ലോ, ഞങ്ങള് ഒരുങ്ങി എത്തി. ഒരു കുഴപ്പമില്ല. ഇവിടെ 10 മണി മുതലേ ഒരുങ്ങിക്കൊണ്ടിരുന്ന ആളുകള് ഇപ്പൊ ഇറങ്ങി എണ്ണിട്ട് ആദ്യം വന്ന് ക്യാമറ എടുത്ത് വന്നിട്ട് വെല്ല കുറ്റം പറയും. അടിപൊളിയായിരുന്നു ഇന്നലത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പാർട്ടിയായിരുന്നു. ക്രിസ്റ്റൻ വന്ന് ആകെ പൊളിയായിരുന്നു. നീ എങ്ങനെയുണ്ട്? ഹാപ്പി വിഷു പറയായിരുന്നു. അപ്പം വിഷുക്കണിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മള് വിഷു എപ്പോഴാണ് ഇളക്കുന്നതിന്? നാളെ ഇളക്കത്തുള്ളൂ. ഒരു ദിവസം മൊത്തം വീട്ടിൽ ഇരിക്കണം. അപ്പൊ അവര് നാളെ വിഷു അത് ഇളക്കുള്ളൂ ഫുള്ളായിട്ട്. അപ്പൊ ചെറുതായിട്ട് രണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനെന്നുള്ള പരിപാടി. ചന്ദനൊക്കെ ഇട്ടിട്ട് വേറെ സെറ്റ്. അപ്പൊ ചന്ദനൊക്കെ ഇട്ട് പുതിയ ഇപ്പൊ വിഷു നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്താണ്, ഇവിടെ സെലിബ്രേറ്റ് ചെയ്താണ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടത്തെ എല്ലാം എന്തൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ? പടക്കനൊക്കെ പൊട്ടിച്ചല്ലേ? അപ്പൊ ഇന്നലെ ഞങ്ങള് വിഷുവിന് പടക്കനൊക്കെ പൊട്ടിച്ചു. ആ ഇവള് കരഞ്ഞു. അപ്പൊ ഹാപ്പി വിഷു പറ. എന്തിനു വേണമെങ്കിൽ അപ്പൊ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വരാം. അപ്പം ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞപ്പം അടിപൊളിയായിരുന്നു. നമ്മുടെ ക്രിസ്ത്യാനി വന്നിട്ട് സൂപ്പറായിരുന്നു ബ്രോ. ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിനെ എല്ലാം പരിചയപ്പെട്ടു. അതെ അതെ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നതിന് അതെ. അപ്പൊ അവര് അടിപൊളിയായിരുന്നു. ഞങ്ങളപ്പോൾ ക്രിസ്ത്യൻ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ UK പോകുന്നു. ബ്രോ അല്ല സോറി UK നമ്മൾ ചേർച്ചിയിലോട്ട് പോകും. അപ്പോഴത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെയാണ്. അപ്പൊ ഇവരൊരു മൂവി വന്ന് ആവേശം കാണാൻ പോകുന്നു. കുട്ടികൾക്ക് പറ്റില്ലല്ലേ? കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ 2:30 ഷോയ്ക്ക് പോകും. ഞാൻ വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ലാണ്ട് രണ്ടുപേരും ആ ടൈമിങ്ങിൽ അവർ പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അത് പൊളിച്ചു കേട്ടോ. അപ്പം വീണ്ടും നിങ്ങൾ ലണ്ടനിലേക്ക് വരുമ്പോ ബാക്കി ഈ വീഡിയോയിൽ നമുക്ക് ഇവരെ വീണ്ടും കാണാം. അപ്പൊ പൊളിക്കാം. അപ്പൊ ബൈ പറ ബൈ പറ ബൈ 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 ബൈ.